ഐ എം സോറി മാഡം. ഭാസ്കരൻ എന്ന പേരിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ഒരു പുള്ളി ഈ ജയിലില്ല. പിന്നെ വേറെ ഏത് ജയിലിൽ കാണും സാറേ? ഒരുപക്ഷെ കണ്ണൂർ ജയിലിൽ കണ്ടേക്കാം. കണ്ണൂർ ജയിലിലോ? വഴിയിൽ മാറിക്കള കഴുത. എന്താടി, എന്നറിയോ? എങ്ങോട്ടാ യാത്ര? ഞാൻ ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് കരുതിയല്ലേ? അവിടെ ഇരിക്കേ, നിന്നെ അങ്ങനെയൊന്നും വിടാൻ പോകുന്നില്ല. നിങ്ങൾ എന്നെ ശല്യം ചെയ്യരുത്. കാലെടുത്ത് മാറ്റടാ. അവിടെ ഇരിക്കാൻ സ്ഥലമുണ്ടല്ലോ. എവിടെ ഇരിക്കുന്നത് നീയാവും തീരുമാനിക്കണത്. ഇയാള് കുഞ്ഞിന്റെ ആരെങ്കിലും ആണോ? ആരുമല്ല. നീ ഈ കാലെടുത്ത് മാറ്റുന്നുണ്ടോ? ഈ പെങ്കൊച്ചിന്റെ അടുത്ത് തന്നെ ഇരിക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം? അത് നിന്നോട് പറയണ്ടല്ലോ. എന്നാലേ തൽക്കാലം അവിടെ ഇരുന്നാ മതി. കാലെടാ. എന്താ ഇത്? എന്താ ഇവിടെ ബഹളം? മാറി നിൽക്കാൻ അങ്ങോട്ട്, മാറി നിൽക്കാൻ അങ്ങോട്ട്. സാറേ, ഇവന് പെൺകുട്ടി കയറി പിടിക്കാൻ തുടങ്ങി. നേരാണോ? അതെ സാർ. നിന്റെ ടിക്കറ്റ് എവിടെ? എടുക്കടാ. ഓഹോ, അപ്പൊ ടിക്കറ്റ് ഇല്ലാതെയാണ് യാത്ര അല്ലേ? അടുത്ത സ്റ്റേഷൻ വരട്ടെ. നിങ്ങൾ രണ്ടുപേരും കൂടി ഇറങ്ങണം. സ്റ്റേഷനിൽ വന്നിട്ട് പോയാൽ മതി. വാടാ വാടാ, ഇറങ്ങി വാടാ. വരണം. മാനം മര്യാദയായിട്ട് സ്ത്രീകളെ യാത്ര ചെയ്യാൻ സമ്മതിക്കില്ല അല്ലടാ? നിനക്ക് പിന്നെ പരിചയമുണ്ടോ? ഉണ്ട്. പോസ്റ്റ് ഓഫീസിൽ നിന്ന് രൂപ മോഷ്ടിച്ചതിന് ജയിലിൽ പോയ ആളാ. ട്രെയിനിലും മോഷ്ടിക്കാൻ കയറുകയാണല്ലേ? റാസ്കൽ. വെലുപ്പിള്ളേ, ഇവനകത്താക്ക്. സാർ, എനിക്ക് ട്രെയിനിന് ടൈമായി. ഞാൻ വരട്ടെ? സാർ വയ്ക്കുള്ളൂ. ഇയാൾ നിന്റെ ആരാ? അയാൾ എന്നെ ശല്യം ചെയ്തപ്പോ എന്നെ സഹായിച്ചത് ഈ അമ്മാവനാ. ഓഹോ, ഞാൻ പൊയ്ക്കോട്ടെ സാറേ? ശരി, പൊയ്ക്കുള്ളൂ. ഞാൻ വരട്ടെ കുഞ്ഞേ? ഞാനും പൊയ്ക്കോട്ടെ സാറേ? നിനക്ക് എങ്ങോട്ടാ പോകേണ്ടത്?
കണ്ണൂരിനാ. കണ്ണൂരിൽ നിന്നെ ട്രെയിനില്ല. ഈ ആ സമയത്ത് ഇനി പോകണ്ട. നിന്റെ പേരെന്തെന്നാ പറഞ്ഞത്? ശാരദ. വേലുപ്പിള്ളേ, ഈ പെണ്ണിന് കിടക്ക ഒരു സൗകര്യം ചെയ്തു കൊടുക്ക്. ചെല്ല്. മിസ്റ്റർ ജയൻ പറഞ്ഞ പെൺകുട്ടി തന്നെയാണോ എന്ന് എനിക്കൊരു സംശയം തോന്നി. അതുകൊണ്ടാണ് ഞാൻ അവരെ ഇവിടെ താമസിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഫോൺ ചെയ്തത്. ഏതായാലും രാവിലെ തന്നെ വന്നു നന്നായി. വേലുപ്പിള്ളേ, അവരെ ഇങ്ങ് വിളിക്ക്. ഇവൻ ട്രെയിനിൽ ഇങ്ങനെ കുഴപ്പമുണ്ടാക്കില്ലായിരുന്നെങ്കിൽ എനിക്ക് അവളെ കാണാൻ പറ്റുമായിരുന്നു. എല്ലാം ഈശ്വര നിശ്ചയമാണ്. അറിയാം ശാരദ. പക്ഷെ കുഞ്ഞിനായർ, ഇത് തന്നെയാണ് ആള്. ഐ എം വെരി താങ്ക്ഫുൾ ടു യു. ഞാൻ ശാരദയെ കൂട്ടിക്കൊണ്ടുപോയാണ്. വിഷ് യു ഗുഡ് ലക്ക്. താങ്ക് യു വെരി മച്ച്. വരൂ ശാരദ. വരൂ ശാരദ. ഇതാണ് നമ്മുടെ വീട്. ഇവിടെ ആരൊക്കെയുണ്ട്? ഞാനും ഒരു വേലക്കാരി മാത്രം. അച്ഛനും അമ്മയും എവിടെയാണ്? അമ്മയെ കണ്ട ഓർമ്മ എനിക്കില്ല. ഞാൻ തീരെ കുഞ്ഞായിരിക്കുമ്പോഴേ എൻ്റെ അമ്മ മരിച്ചു. അച്ഛൻ വർഷങ്ങളായിട്ട് സുഖമില്ലാതെ കിടപ്പിലാണ്. ഇവിടെ ഉണ്ടോ? ഇല്ല, ടൗണിലുള്ള ഒരു പ്രൈവറ്റ് നഴ്സിംഗ് ഹോമിലാണ്. നമുക്ക് നാളെ തന്നെ പോയി അച്ഛനെ കാണാം. അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തോടെ നമ്മളുടെ വിവാഹം നടത്താം. എന്താ? വരൂ. കുറുപ്പേ, കുറുപ്പേ, ഞാൻ പോയ കാര്യമെല്ലാം മംഗളമായി നടന്നു. എന്റെ വസ്തു വിറ്റു. ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ വിലയും കിട്ടി. എന്റെ മോള് ഭാഗ്യവതിയാ. ഇതാ. എന്താ ഇത്? നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ മുണ്ടും നേരിയതുമാണ്. ഇതൊക്കെ എന്തിനാ ഇപ്പൊ വാങ്ങിയത്? എന്റെ ഒരു സന്തോഷത്തിന്. ഇതാ, മോക്ക് 2-3 സാരികളാ. വാങ്ങിച്ചു മോളെ. മോക്ക് ഇഷ്ടമുള്ള പൊന്നെല്ലാം അവിടെ ചെന്നിട്ട് വാങ്ങാം. കുറുപ്പേ, എന്റെ മോളുടെ കല്യാണം തീരുമാനിച്ചിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. എന്റെ സഹോദരിയുടെ മകനാണ് വരൻ. മോളെ, നിന്റെ അപ്പച്ചിയുടെ മോൻ പ്രഭാകരനാ ചെറുക്കൻ. നീ അവരാരെയും കണ്ടിട്ടില്ലല്ലോ. നമുക്ക് ഇന്ന് തന്നെ പോകാം. നിങ്ങളെ വിട്ടു പോരാനുള്ള വിഷമം കൊണ്ടാണ് മോള് കരയുന്നത്. കുറുപ്പ് അവളെ പറഞ്ഞ് സമാധാനപ്പെടുത്തി എന്റെ കൂടെ അയക്കണം. ലക്ഷ്മിയമ്മയുടെ വിഷമം എനിക്ക് നല്ലതുപോലെ അറിയാം. എന്നാലും എന്റെ മോളെ എനിക്ക് കൂട്ടിക്കൊണ്ടു പോകാതിരിക്കാൻ പറ്റുമോ? എന്റെ മോളെ കല്യാണം നല്ല നിലയിൽ തന്നെ ഞാൻ നടത്തും. നിങ്ങൾ രണ്ടുപേരും കൂടി വന്നിരുന്ന് വേണം അത് നടത്തിത്തരാൻ. ഇതാ ഭാസ്കര, എന്നെ വെട്ടിക്കൊന്നോളൂ. എന്താ കുറുപ്പേ ഇത്? എന്നെ കൊന്നോളൂ ഭാസ്കര. കുറുപ്പേ,
എന്റെ മോളെ ഞാൻ കൊണ്ടുപോകാൻ പോകുന്നതുകൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ പെരുമാറുന്നത്? നിങ്ങളും ഒരു അച്ഛനല്ലേ? അതുകൊണ്ടാണ് ഭാസ്കര എന്നെ കൊല്ലാൻ പറഞ്ഞത്. നിങ്ങൾ എന്ത് തടസ്സം പറഞ്ഞാലും എന്റെ മോളെ എനിക്ക് കൊണ്ടുപോയേ തീരൂ. ഭാസ്കരന്റെ മോള് ഇവിടെ ഇല്ല. കുറുപ്പേ, ഭാസ്കരൻ കണ്ടത് എന്റെ മോള് നളിനിയാണ്. അപ്പോ എന്റെ മോളെവിടെ? ശാരദയെയും നളിനിയെയും എന്റെ സ്വന്തം മക്കളെ പോലാണ് ഞാൻ വളർത്തിയത്. പക്ഷെ ഒരാഴ്ചക്ക് മുമ്പ് ശാരദ എന്റെ വളർത്തുമോളാണെന്നുള്ള സത്യം അവൾ അറിഞ്ഞു. എന്നിട്ട് ആരും അന്വേഷിക്കരുതെന്നൊരു എഴുത്തെഴുതി വെച്ചിട്ട് ശാരദ എങ്ങോട്ടോ പോയി കളഞ്ഞു. നിങ്ങൾ അവിടെ അന്വേഷിച്ചോ? ഇല്ല, നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. അവൾ എന്റെ മകളല്ലേ. കുറുപ്പേ, എന്റെ മോളെ കാണാൻ ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോ നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് ഇത് പറഞ്ഞില്ല? നിങ്ങളെ മോളെ കാണിച്ച് നിങ്ങൾ എന്തിനെന്നെ കബളിപ്പിച്ചു? നീ എന്തെങ്കിലും കടുങ്കൈ കാണിക്കുമെന്ന് കരുതി ഭയന്ന് ചെയ്തു പോയതാ ഭാസ്കര. എന്നോട് ക്ഷമിക്കൂ ഭാസ്കര, ക്ഷമിക്ക്. ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? ജയേട്ടന്റെ അച്ഛനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. വേണ്ട ശാരദേ, വർഷങ്ങളായി രോഗിയായി കഴിയുന്ന അച്ഛന് ആശുപത്രിയാണ് കൂടുതൽ സൗകര്യം. അപ്പോ ജീവിതകാലം മുഴുവൻ അച്ഛൻ അവിടെ തന്നെ കഴിഞ്ഞോട്ടെ എന്നാണോ പറയുന്നത്? എന്നല്ല, എനിക്ക് എന്റെ അച്ഛനെയും അമ്മയും കണ്ട ഓർമ്മയില്ല. ജയേട്ടന്റെ അച്ഛനെയെങ്കിലും പരിചരിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടാകണം. നീ അച്ഛനെ കണ്ടതല്ലേ? കണ്ണിന് തീരെ കാഴ്ചയില്ല, നടക്കാനും വയ്യ. ഇവിടെ കൊണ്ടുവന്നാൽ നിനക്ക് ബുദ്ധിമുട്ടാവുകയല്ലേ ഉള്ളൂ. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, സന്തോഷമേ ഉള്ളൂ. ശരി, നിന്റെ ആഗ്രഹം അതാണെങ്കിൽ അച്ഛനോട് ഞാൻ പറഞ്ഞു നോക്കാം. ഞാൻ വരട്ടെ. നളിനി, എന്താ അച്ഛാ? ഈ എഴുത്തൊന്ന് വായിക്കേ. കുറുപ്പിന് എന്റെ ശാരദയെ ഇന്നുവരെ കണ്ടെത്തിയില്ല. അവളെ ഇനി കാണാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസവുമില്ല. ഒരുപക്ഷേ മനസ്സ് നൊന്ത് അവൾ ജീവിതം അവസാനിപ്പിച്ചിരിക്കാം. എന്റെ മോൾക്ക് വേണ്ടി ഞാൻ സൂക്ഷിച്ചിരുന്ന പണം ഇനി എനിക്കൊരു ഭാരമാണ്. അത് നിങ്ങളുടെ മോൾക്കെങ്കിലും ഉപകരിക്കാനായി ഞാനത് അയക്കുന്നു. എന്നെ മറന്നേക്കൂ ഭാസ്കരൻ. ഒരു പാവപ്പെട്ട പെണ്ണിനെ ഉരുവി കൊടുത്തതിന്റെ കൂലിയാണ് ഇത്. ഈ എടുത്ത് അനുഭവിച്ചു. ഇതാ. ഇന്നെന്താ രാവിലെ പതിവില്ലാതെ മധുരപലഹാരം? ഇന്ന് അച്ഛന്റെ ജന്മനാളാ. ഓ, അത് ശരി. അച്ഛനിവിടെ കൊണ്ടുവന്നാൽ പിന്നെ നിനക്ക് എന്റെ കാര്യങ്ങളിൽ യാതൊരു ശ്രദ്ധയില്ലാതായി അല്ലേ? ഈ പറയുന്ന ആളിന് പ്രത്യേകിച്ച് അസുഖമൊന്നും ഇല്ലല്ലോ. അപ്പൊ ഭാര്യ അടുത്ത് കിട്ടണമെങ്കിൽ ഭർത്താവിന് അസുഖം വേണമെന്നാണോ നീ പറയുന്നത്? ഇപ്പോഴടുത്തല്ലേ ഇരിക്കുന്നത്. അത് ഞാൻ മറന്നുപോയി. ആ ആ ആ ആ അങ്ങനെ. പിന്നെ അച്ഛന് വൈകിട്ടൊന്ന് അമ്പലത്തിൽ പോണോന്ന് പറഞ്ഞു. എന്തിനാ കണ്ണു കാണാൻ വയ്യാത്ത അച്ഛനെ കൊണ്ട് പോകുന്നത്? ബുദ്ധിമുട്ടല്ലേ? അതൊന്നും സാരമില്ല, ഞാൻ കാറിൽ കൊണ്ടുപോയിക്കൊള്ളാം. ശരി. മോളെ, മോളെ ശാരദേ. ദേ അച്ഛൻ വിളിക്കുന്നു, ഞാൻ മരുന്ന് കൊടുത്തിട്ട് വരാം.
സാർ സാർ അമ്മാവൻ ഈ വീടെങ്ങനെ കണ്ടുപിടിച്ചു? ഞാനാണ് ഇവിടെ താമസിക്കുന്നതെന്ന് അറിയാമായിരുന്നു. എല്ലാം അറിയാവുന്ന ഒരുവൻ മുകളിലുണ്ട് കുഞ്ഞെ. അവനാണ് എന്നെ ഇവിടെ തന്നെ കൊണ്ടുവന്ന് വിട്ടത്. അമ്മാവനെ വീണ്ടും കാണാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. എനിക്ക് കാണേണ്ട ആളിന് എന്നെ കാണാൻ കഴിവില്ലാതെ പോയി. അതാരാ അമ്മാവ? അത് അത് കുഞ്ഞിന് അറിഞ്ഞുകൂടാത്ത ഒരാളാ. അമ്മാവൻ വല്ലതും കഴിച്ചോ? അപ്പുറത്തേക്ക് വരൂ, ആഹാരം കഴിക്കാം. മോളെ മോളെ ശാരദേ, എന്താ അച്ഛാ? കൈയുടെ വേദന ഒട്ടും കുറവില്ല. അത് ഇഞ്ചക്ഷൻ എടുത്തതുകൊണ്ടാണ് അച്ഛാ. വേദന കുറയാൻ ഡോക്ടർ ഗുളിക തന്നിട്ടുണ്ട്, അതൊന്ന് കഴിക്കാം. അച്ഛാ, ഗുളിക. കുഞ്ഞേ, നല്ല വിശപ്പുണ്ടായിരുന്നു അല്ലേ? ഇതാ, ഇതിരിക്കട്ടെ. എനിക്ക് രൂപ വേണ്ട കുഞ്ഞെ. ഇവിടെ എന്തെങ്കിലും ഒരു ജോലി തന്നാൽ മതി. ഇവിടെ ആവശ്യത്തിനുള്ള ജോലിക്കാരുണ്ടല്ലോ അമ്മാവ. അങ്ങനെ പറയരുത്. എന്ത് ജോലിയാണെങ്കിലും ഞാൻ ചെയ്തു. ആരാ ഇത്? മുൻപ് ട്രെയിനിൽ വെച്ച ഒരാൾ എന്നെ സഹായിച്ചെന്ന് പറഞ്ഞിട്ടില്ലേ, അത് ഈ അമ്മാവനാ. ഇവിടെ എന്തെങ്കിലും ഒരു ജോലി കൊടുക്കണമെന്നാ പറയുന്നത്. ഇവിടെ ഇപ്പോ ജോലിക്കാരൊന്നും ആവശ്യമില്ലല്ലോ. എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞേച്ചേക്കും. സാറേ, ദൈവത്തെ വിചാരിച്ചെന്നെ പറഞ്ഞയക്കരുത്. സാറ് പറയുന്ന എന്ത് ജോലിയും ഞാൻ ചെയ്തോളാം. ഒരു പാവമാ, കുറച്ചു ദിവസത്തേക്കെങ്കിലും ഇവിടെ നിന്നോട്ടെ. ശരി, നിന്റെ ഇഷ്ടം പോലാട്ടെ. ആ, പുറം ജോലികളൊക്കെ ചെയ്താൽ മതി. കിടപ്പ് ഷെഡിലായിക്കോളൂ.